الشوق يبقى في اغتراب فقير في الحياة من الصحاب. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അത് മാത്രമേ നമുക്ക് പരലോകത്തുണ്ടാവുകയുള്ളൂ. ദുനിയാവിൽ നമ്മൾ അലങ്കാരം എന്ന് കരുതുന്ന പലതും, നമ്മൾ പെരുമരിച്ചിരുന്ന പലതും നമുക്ക് ഉപകാരപ്പെട്ടു കൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ പ്രൗഢി മാത്രമാകുന്നു. എന്നാൽ മനുഷ്യന് ഗുണം ചെയ്യുന്നതെന്താണ്? ഏറ്റവും ഉത്തമമായ പ്രതിഫലമായി നിന്റെ റബ്ബിങ്കൽ നിലകൊള്ളുന്നത് അൽബാഖിയാത്തു സ്വാലിഹാത്താണ്, നിലനിൽക്കുന്ന സൽക്കർമ്മമാണ്. മനുഷ്യൻ തന്റെ നാളേക്കായി പരലോകത്തിനായി ചെയ്തു വെക്കുന്ന നന്മകളാണ് അവർ ബാക്കിയാവുക. ആ വചനത്തിൽ മുമ്പ് ആദ്യം പറഞ്ഞത് സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം മാത്രമാണ്. അതിൽ മനുഷ്യൻ പെരുമാറിക്കുകയും പരലോകം വിസ്മരിക്കുകയും ചെയ്താൽ ഒരിക്കലും സന്താനങ്ങളോ സമ്പത്തോ അവന് ഉപകാരപ്പെടുന്നതല്ല. അതൊന്നും പടച്ചറബിന്റെ അടുക്കൽ വില പോകുന്നതല്ല. എന്നാൽ പ്രതിഫലം, ഏറ്റവും ഉത്തമമായ പ്രതിഫലമായി നിന്റെ റബ്ബിങ്കൽ നിലനിൽക്കുന്നത് നീ ചെയ്തു കൂട്ടുന്ന മനുഷ്യൻ തന്റെ നാളേക്കായി പരലോകത്തിനായി ചെയ്തു വെക്കുന്ന നന്മകളാണ്. പ്രതീക്ഷയ്ക്ക് ഏറ്റവും വകുപ്പുള്ളതും അതാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാവധി നന്മകൾ, നമ്മുടെ ജീവിതത്തിലെ സമയങ്ങൾ, നമ്മുടെ അധ്വാനങ്ങൾ നമ്മുടെ നാളേക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയത്നങ്ങൾ, പരിശ്രമങ്ങൾ, അധ്വാനങ്ങൾ നമ്മുടെ ശാശ്വത ജീവിതത്തിന് വേണ്ടിയുള്ള മുതലൊരുക്കലാക്കണം. അത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നമ്മൾ ഓർമ്മപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്, കൽപ്പിച്ച കാര്യമാണ്. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു, വസായിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികൾ കണക്കെ വിസ്തീർണമുള്ള ആ സ്വർഗ്ഗത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ആവേശം, അതിൽ ധൃതി വേണം. ഒന്നും സാവകാശം നീട്ടിവെക്കേണ്ടതല്ല. പരലോകത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ, നന്മകളൊന്നും നാളെ എന്നാകരുത്. ദുനിയാവിന്റെ കാര്യങ്ങൾ ആയാലും പ്രശ്നമില്ല. തസ്വീഫ്, വൈകിപ്പിക്കുക, ചിന്തിപ്പിക്കുക എന്നുള്ളത് പൈശാചികമായ ഇടപെടലാണ്. നമ്മളെല്ലാം പലപ്പോഴും വന്നുകൊടുപ്പെടുന്ന പിശാചിന്റെ ഒരു കൈയാണ്. നന്മകൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് അത് വൈകിപ്പിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. തസ്വീഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാപ്പ് കിട്ടാൻ വേണ്ടി ധൃതി കാണിക്കുക. കാരണം ദൈനംദിന ജീവിതത്തിൽ അനേകം തെറ്റുകൾ സംഭവിക്കുന്നവരാണ് മനുഷ്യർ. ആ തെറ്റുകൾ മാപ്പാക്കപ്പെടുവാൻ, തെറ്റ് മാപ്പാക്കി പാപമുക്തനായെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികൾ കണക്കെ വിസ്തീർണമുള്ള അതിന്റെ അർദാണ് അല്ലാഹു തആല പറഞ്ഞത്. സ്വർഗ്ഗത്തിന്റെ വീതി, അർദ് എന്ന് പറഞ്ഞാൽ വീതിയാണ്. ഈ ആകാശവും ഭൂമിയും തന്നെ എത്ര വലിപ്പം ചെന്ന സൃഷ്ടികളായിട്ടാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ ആ സ്വർഗ്ഗത്തിന്റെ തൂൺ എത്രയായിരിക്കും? ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. കാരണം അല്ലാഹു തആല ഒരു അമൽ ഒരു വ്യക്തിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ തഖ്വ ഉണ്ട് എന്നതാണ്. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഒരു മനുഷ്യന്റെ ഒരു അമൽ അല്ലാഹു കബൂലാക്കി അതിനെ അച്ഛൻ രേഖപ്പെടുത്തി എന്ന് സങ്കല്പിക്കുക. തീർച്ചയായും ആ മനുഷ്യനിൽ തഖ്വ ശേഷിക്കുന്നു. ഒരു മനുഷ്യൻ ധാരാളം നന്മകൾ ചെയ്യുന്നു, ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഏർപ്പെടുന്നു, പക്ഷെ അല്ലാഹു അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അയാളിൽ തഖ്വ ശേഷിക്കുന്നില്ല എന്നാണ്. ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ രണ്ട് മാനദണ്ഡങ്ങൾ, പ്രമാണങ്ങൾ. ഒന്ന് ശരിയായ വിശ്വാസമാണ്, തൗഹീദ്, ഈമാൻ.
ഇത് കൃത്യമാണ് മനുഷ്യന്റെ വിശ്വാസം. അതിൽ ശിർക്ക് സംഭവിക്കുവാൻ പാടില്ല, ഈമാനിൽ കുഫ്ർ കലരുവാൻ പാടുള്ളതല്ല. അവിശ്വാസം അത് മനുഷ്യന്റെ സകല സൽക്കർമ്മങ്ങളുടെയും അടിവേല നോക്കുന്നതാണ് കുഫ്ർ, ശിർക്ക് എന്നുള്ളത്. അതിൽ നിന്നൊരു മനുഷ്യൻ മുക്തമായ രണ്ടാമത് അവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിൽ പരിഗണിക്കപ്പെടാൻ അതിന് ശറഈന്റെ പ്രമാണങ്ങളുടെ അംഗീകാരം, അനുവാദം ഉണ്ടാകണം. അതിന് ചില പണ്ഡിതന്മാർ ചുരുക്കി പറഞ്ഞത് ഇത്തിബാ എന്നാണ്. അനുധാവനം, മാതൃക സ്വീകരിക്കൽ. പ്രവാചക തിരുമേനി കാണിച്ച് വരച്ചു തന്ന ആ പാന്താവിലൂടെയാകണം നമ്മൾ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടത്, തന്നിഷ്ടമനുസരിച്ചല്ല. അതുകൊണ്ടാണ് വിദഗ്ധത്തിലെ അതിഗൗരവത്തോടുകൂടി നമ്മൾ എതിർക്കുന്നത്. വിദഗ്ധത്തിലൂടെ ഈമാൻ എന്ന് അവകാശപ്പെടുന്ന വ്യക്തി, താൻ അള്ളാഹു വിശ്വസിക്കുന്നവനാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തി, ഈ ശറഈന്റെ അഥവാ തിരുമേനിയും അവിടുത്തെ ഉത്തമരായ അസ്ഹാബുകളും സഞ്ചരിച്ച മാർഗത്തിലൂടെ അല്ലാതെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാം, നന്മകൾ ഏർപ്പെടാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു നന്മയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് കൊതിക്കുന്നു, പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ നല്ലതായ കർമ്മം ചെയ്തു കൊള്ളട്ടെ. സ്വാലിഹായ, നല്ലത്. ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു ഒരു കർമ്മം എപ്പോഴാണ് സ്വാലിഹാവുക? ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് നിബന്ധനകളോടുകൂടിയാണ്. ഈമാനോടുകൂടി ശരിയായ വിശ്വാസം, തൗഹീദുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ടുള്ള കർമ്മമാണ് സ്വാലിഹ്. എന്നിട്ട് അതിനെ ഉറപ്പിക്കാൻ പറഞ്ഞു, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അപ്പൊ ശിർക്കിൽ നിന്ന് മുക്തമായി സ്വാലിഹായ അമൽ ചെയ്യണം, അപ്പോൾ റബ്ബിനെ കാണാം. ഇത് നമ്മൾ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. ഒരു നന്മയും ഒന്നും നമ്മൾ ചെറുതായി കാണരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഏതൊരു നന്മ ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടിയോ അത് നമ്മുടെ കണ്ണിൽ നിസ്സാരമായിരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ അവൻ കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വിജയത്തിന് നിദാനമാകുന്നത് അതായിരിക്കും. പക്ഷെ ഒരു പക്ഷെ അടിമ വിചാരിക്കും വലിയ കർമ്മങ്ങൾ അവൻ ചെയ്യും, ഹജ്ജ് ചെയ്യും, ദാനധർമ്മങ്ങൾ ചെയ്യും, അവന്റെ കണ്ണിൽ അത് വലുതായിരിക്കും. പക്ഷെ അവന്റെ ഇഖ്ലാസ് കുറഞ്ഞു പോയത് കൊണ്ട്, അല്ലെങ്കിൽ ലോകമായി പിടിപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ചെയ്ത നന്മ എടുത്തു പറഞ്ഞ് നടന്നത് കൊണ്ടൊക്കെ ഒരു പക്ഷേ അടിമ മനുഷ്യൻ വലിയ കർമ്മം എന്ന് കരുതിയത് പ്രതിഫലമില്ലാതെ ശൂന്യമാകുന്ന അവസ്ഥ പരലോകത്തുണ്ടാകും. പക്ഷെ നിസ്സാരം എന്ന് കരുതിയ ചില അമലുകൾ, അത് ചെറുത്, പക്ഷെ അവൻ ആത്മാർത്ഥമായി പടശാബിന് വേണ്ടി ചെയ്തു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവന് വിജയത്തിനായി കൂട്ടിലെത്തുന്നത് ഈ ചെറിയ അമലായിരിക്കും, വലുതല്ല. കാരണം വലുത് നിഷ്പ്രഭമായി കഴിഞ്ഞു. അവൻ എടുത്തു പറഞ്ഞത് കൊണ്ടോ, ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടത് കൊണ്ടോ, താൻ ഹാജ് ചെയ്യണം അല്ലെങ്കിൽ ഉംറ ചെയ്തവനാണ്, താൻ ധർമ്മിഷ്ഠനാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാണ് എന്ന ചിന്ത അത് പിടിപ്പെട്ട് ജനങ്ങളെ അർപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ കേൾപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തതിലൂടെ വലിയ കർമ്മങ്ങൾ നിഷ്പ്രഭമായി, ചെറിയ അമലുകൾ ആത്മാർത്ഥമായി ചെയ്തത് ബാക്കിയായി. അതുകൊണ്ട് ഒരു നന്മയും നിസ്സാരവൽക്കരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയെന്ന് എനിക്ക് വിശദീകരിക്കപ്പെട്ടു. അല്ലാഹു തആല ബയാൻ ചെയ്തു കൊടുത്തു. അതിലെ ഹസനുഹാ വസയ്യിഉഹാ, നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ കാണിക്കപ്പെട്ടു. അവിടെ പറഞ്ഞു, ഫവജത്തു ഫീ മഹാസിനി അഅമാലിഹാ, എന്റെ ഉമ്മത്തിന്റെ കർമ്മങ്ങളിൽ, നല്ല കർമ്മങ്ങളിൽ ഒന്ന് ഞാൻ കണ്ടത് അൽ അദാ യുമാതു അൻ ത്വരീഖ്, വഴി നേരിട്ട ഒരു തടസ്സം നീക്കലാണ്. ശക്തമായ കാറ്റോ മഴയോ വീശി അത് കാരണം ഒരു മരം ഒടിഞ്ഞ് യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നു, സഞ്ചാരയോഗ്യമല്ലാതെ നിൽക്കുന്നു, ഇല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നു, ആളുകൾക്ക് അതിലൂടെ നടക്കാൻ കഴിയുന്നില്ല. ആ വെള്ളം ഒരു മൺവെട്ടി കൊണ്ട്, ഒരു പിക്കാസ് കൊണ്ട് വെട്ടി അത് പുഴയിലേക്കോ മറ്റു കനാലിലേക്കോ ഒഴുക്കിവിട്ട് ആ തടസ്സം നീക്കുന്നുവെങ്കിൽ, ഇങ്ങനെ വഴിയിൽ നേരിടുന്ന ഉപദ്രവങ്ങൾ നീക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് നല്ല മഹാസികളിൽ എന്റെ ഉമ്മത്ത് ചെയ്യുന്ന മികച്ച കർമ്മങ്ങളിൽ ഞാൻ കാണും. തുടർന്ന് അവർ വീണ്ടും പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ ദുഷ്കർമ്മങ്ങളിൽ ഞാൻ ചിലത് കണ്ടു, ഏറ്റവും മോശപ്പെട്ട കർമ്മങ്ങളിൽ. അതിൽ നിസ്സാരമെന്ന് ചിലർ കരുതും, പക്ഷെ നിസ്സാരമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ-നുഹാഅതു തഖൂനു ഫിൽ മസ്ജിദ് ലാ തുദ്ഫൻ, പള്ളിയിൽ കാണുന്ന മനുഷ്യൻ തുപ്പിയിട്ട് പോയ അവന്റെ തുപ്പലാണ്, അത് ദഫ്ന് ചെയ്യുന്നില്ല. ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് കാർപ്പറ്റുള്ളതല്ല, പായുള്ളതല്ല, മണലാണ് അവരുടെ പള്ളി.
ആ മണൽ പള്ളിയുടെ അതിർത്തിക്കുള്ളിൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ തുപ്പേണ്ടി വരും. തുപ്പാൻ ചില സന്ദർഭങ്ങളിൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതേ പ്രവാചകത്തിൽ അതിനെ ദഫൻ ചെയ്യണം, മണ്ണിന്റെ ഉള്ളിലേക്ക് മൂടിയിടണം എന്നുകൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പള്ളിയെ മോശമായ കാര്യങ്ങൾ കൊണ്ട് പള്ളിയിലൊന്ന് തുപ്പിയിട്ടിട്ട് പിന്നെ അത് മണ്ണിട്ട് മൂടാതെ പോയ ഒരു കർമ്മം ദുഷ്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടുവന്നാണ്. പക്ഷെ മനുഷ്യൻ എത്ര നിസ്സാരമായിട്ട് അതിനാണ്. ഇത് ഒന്ന് തുപ്പിയിടുന്നത് മാത്രമല്ല, അള്ളാഹുവിന്റെ ഭരണത്തിൽ എന്തെല്ലാം മോശമായ കാര്യങ്ങൾ ഒരു മനുഷ്യനോട് സംഭവിക്കുന്നുണ്ടോ. പള്ളിയുടെ ഹുർമത്തിന്, അതിന്റെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്ന എന്ത് കാര്യവും വാക്കുകൾ സംസാരിച്ചാൽ പോലും, പള്ളിക്കകത്തിരുന്നു കൊണ്ട് ദീപത്ത് പറഞ്ഞാൽ, പള്ളിക്കകത്തിരുന്നു കൊണ്ട് മോശമായ കാര്യങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താലും അത് തുപ്പുന്നതിനേക്കാൾ എത്ര ഗുരുതരമാണ്. തുപ്പുന്നതിന് ഇളവ് തുപ്പിപ്പോയാൽ ഒന്നിന്റെ അവൻ കഴിയുക, അല്ലെങ്കിൽ അത് മണ്ണിൽ കഴിയും. മണ്ണുള്ള സ്ഥലമാണെങ്കിൽ മണ്ണിട്ട് മൂടാം, അവൻ കുറ്റമുക്തനായി. ശേഷം ഈ ഹദീസിൽ പറയുന്നത്, ഒരാൾ തുപ്പിയിട്ട് പോയാൽ അത് കണ്ടിട്ട് നീക്കാത്തവർക്കും അത് ബാധകമാണ് എന്നാണ്. കാരണം തിരുമേനി പറഞ്ഞത് അത് മറമാടാൻ തന്നെ കിടക്കണം. അപ്പൊ കാണുന്നവർക്കും പള്ളിയിൽ അതിന്റെ ഹുർമത്തിന് വിരുദ്ധമായ കാര്യം കണ്ടിട്ട് അള്ളാഹുവിന്റെ ഭവനമാണ്, ഞാനത് വൃത്തിയാക്കിയേക്കാം എന്ന് വിചാരിക്കാത്തവർ പോലും അതിന്റെ പേരിൽ കുറ്റമുണ്ടാകും എന്നാണ് നമുക്ക് സഹോദരന്മാർ ഇത് കുലമാക്കി വിശദീകരിച്ചു. അപ്പൊ ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായിരിക്കണം, ഒരു തിന്മയെയും നമ്മൾ ചെറുതായി കാണരുത്. എല്ലാം അള്ളാഹുവിൽ ഏതാണ് ഗൗരവമേറിയത്, അള്ളാഹു അതിന് മഹത്വം കൊടുക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വചനങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ചു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മകളിൽ ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ ത്വരീഖ്, പ്രസന്നവദനായിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മുഖശോഭയോടെ നിന്റെ സഹോദരനെ ഒന്ന് നോക്കുന്നതാണെങ്കിൽ പോലും, കാണുമ്പോൾ തന്നെ മുഖം കടുപ്പിക്കലിന്റെ മുഖം തെളിമയോടുകൂടി അവനെ നോക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅറൂഫുകൾ നമ്മൾ ചിന്തിക്കുന്നത്. അവനോട് ചിരിച്ചു കഴിഞ്ഞാൽ അതൊരു അമലാണ്, അതൊരു സ്വതന്ത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, മുഖപ്രസന്നതയോടെ തെളിഞ്ഞ മുഖവുമായി തന്റെ സഹോദരനെ ഫേസ് ചെയ്യുന്നത് പോലും ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, അത് മഅറൂഫാണ്, അത് നിസ്സാരമായി കാണരുത്. അതിന്റെ ഒരു മാതൃകയാണ് തിരുമേനി നമ്മെ പഠിപ്പിച്ചത്. സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീ സമൂഹത്തോട് പറഞ്ഞത് അവിടുന്ന്, യാ നിസാ അൽ മുസ്ലിമാത്ത്, മുസ്ലിം സ്ത്രീകൾ, ലാ തഹ്തിറന്ന ജാറത്തുൻ ലിജാറതിഹ, ഒരു അയൽവാസിക്കും തന്റെ അയൽവാസിയായ സഹോദരി സ്ത്രീയുടെ വിഷയത്തിൽ ഒരു നന്മയും നിസ്സാരമായി കാണേണ്ടതില്ല. അതൊരു ആടിന്റെ കുളമ്പാണെങ്കിലും ശരി, സൂപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാംസമല്ല, ഒരു എല്ലിന്റെ കഷ്ണം, ഒരാട്ടിറച്ചിയുടെ എല്ലിന്റെ കഷ്ണം അതുകൊണ്ടുണ്ടാക്കി ചെറിയൊരു കറി അല്ലെങ്കിൽ സൂപ്പ്, അത് തന്റെ അയൽവാസിക്ക് കൊടുത്ത് സഹകരിക്കുന്നതിനാണെങ്കിലും നിസ്സാരമായി കാണരുത് എന്നാണ്. അപ്പൊ അതൊന്നും സ്ത്രീ സമൂഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു. ഒരു നന്മയും നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. അതാണ് അതിന്റെ അടിസ്ഥാനം. നമ്മൾ വലുതെന്ന് കാണുന്നത് ചിലപ്പോൾ മഖബൂലായിട്ടുണ്ടാകില്ല. നമ്മൾ ചെറുത് എന്ന് കരുതിയ കാര്യങ്ങൾ അത് ചെറുതായതുകൊണ്ട് പറഞ്ഞു നടക്കാനും അത് ക്രിയാപദേശിക്കുവാനും അള്ളാഹുവിനല്ലാത്ത വചനം നംശിക്കാനും സാധ്യത കുറവാണ്. വലിയ കർമ്മങ്ങൾ എപ്പോഴും മറ്റുള്ളവർ തന്നെ വലിയ അമലുകളിലേക്ക് നോക്കണമെന്ന ചിന്ത മനുഷ്യർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ചെറിയ കർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കരുതുകയില്ല. അതുകൊണ്ടാണ് ഒരു നന്മയും നിസ്സാരവൽക്കരിക്കരുത്. വലുതെന്ന് കരുതിയത് നമുക്ക് നഷ്ടപ്പെടാനോ ഇടയുണ്ട്, ചെറുത് ചിലപ്പോൾ നഷ്ടപ്പെടാൻ ഇടയില്ല. അതിലെ ആത്മാർത്ഥത അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ സ്വീകരിക്കുന്നത് അവന്റെ ഇഖ്ലാസിനും ഭയഭക്തിക്കും അനുസരിച്ചാണ്. നമ്മൾ നിസ്സാരമെന്ന് കാണുന്നതും നമ്മൾ വലുതായി കാണുന്നതുമല്ല, അള്ളാഹു അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നതിനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചില അനുവദനീയമായ കാര്യങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചു. വഫി ഖുബരി അഹദികും സദഖ, നിങ്ങൾ ഒരുവൻ തന്റെ ഭാര്യയെ സമീപിക്കുന്നത്, ഭാര്യമാർക്ക് ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വതക്കയാണെന്ന് പറഞ്ഞു. സഹാബത്ത് ആശ്ചര്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ഹലാലായ ഈ മാർഗം സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യത്തി അഹദുനാ ശഹവത അകാന ലഹു ഫീഹി അജ്ർ, ഞങ്ങൾ ഒരുവൻ തന്റെ ലൈംഗിക താല്പര്യം ശമിപ്പിക്കുന്നതിനാണ് ഇണകളെ സമീപിക്കുന്നത്, അതിനും പ്രതിഫലമോ? ആശ്ചര്യമുണ്ടാക്കിയ സഹാബത്തിന് ഇത് ഈ വചനം കേൾക്കുന്നവർക്ക് ആശ്ചര്യം ഉണ്ടാക്കി, ആ ആശ്ചര്യം സഹാബത്തിനും ഉണ്ടായി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖിയാസ് നടത്തി. അവൻ ആ മനുഷ്യൻ ലൗ കാന വദഅഹ ഫി ഹറാം അകാന അലൈഹി ബിസ്ർ, അവൻ ആ തന്റെ ആഗ്രഹം അത് സ്ഥാപിക്കുന്നത്, അവൻ ശമിപ്പിക്കുന്നത് ഹറാമായ മാർഗത്തിലൂടെയാണെങ്കിൽ അവന് പാപം ഉണ്ടാക്കില്ലേ? സഹാബത്ത് പറഞ്ഞു അതെ. എങ്കിൽ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ അവൻ അത് നിർവഹിക്കുന്നതിലൂടെ അവന് പ്രതിഫലവുമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആലോചിച്ചു. പക്ഷെ അതിന് മനുഷ്യൻ നീയത്ത് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യൻ നിക്കാഹ് കഴിക്കുന്നതിലൂടെ അവൻ നീയത്ത് വെക്കണം, എന്റെ ജീവിതം വിശുദ്ധപ്പെടാനാണ്, ഹറാമുകളിൽ നിന്ന് തിരിക്കുവാനാണ്, അള്ളാഹു അനുവദിച്ചതല്ലാത്ത ഒരു മാർഗം എനിക്ക് വേണ്ട. അത് ഉളേച്ച വൃത്തിയാണ്, മോശമായ മാർഗമാണ് എന്ന ചിന്തയോടുകൂടി വിവാഹ ബന്ധത്തിലേക്ക് എടുത്ത് കാണിക്കുന്നവർക്ക് പോലും പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ടൊന്നും നമുക്ക് നിസ്സാരമായി കാണേണ്ടതില്ല, എല്ലാം വളരെ പ്രാധാന്യം വഹിക്കുന്നത് തന്നെ. ഒരു മനുഷ്യൻ ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് വീട്ടില് നമ്മുടെ വീട് നിർമ്മാണം കഴിഞ്ഞ് മുറ്റമോ അല്പം പറമ്പോ ഉണ്ടെങ്കിൽ അവിടെ വാഴയോ മാവോ പ്ലാവോ വെച്ച് പിടിപ്പിച്ച് അതിന്റെ ഫലങ്ങൾ എടുത്ത് വീട്ടുകാരും തന്റെ അയൽവാസിയും തന്റെ അടുത്ത രക്തബന്ധുക്കൾക്കും അറിയുന്ന പാവപ്പെട്ടവർക്കൊക്കെ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സ്വതന്ത്രത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് ഒരിക്കലും നിസ്സാരമായി കാണാൻ കഴിയില്ല. അവിടുന്ന് പറഞ്ഞു, നമുക്ക് ഹദീസുകൾ കാണാം, മുസ്ലിം ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്ന ഏതൊരു മുസ്ലിം ഒരു ഫലവൃക്ഷം, ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ ഗുണം ചെയ്യുന്ന കായ്ക്കനികൾ കിട്ടുന്ന ഇല്ലെങ്കിൽ ഒരു ഔഷധ ചെടി, ആ ഔഷധ സസ്യം ഒരു രോഗം വരുമ്പോൾ അത് ശമനത്തിന് ഉപകാരമുണ്ട്, ഒരു ഔഷധ ചെടി അല്ലെങ്കിൽ ഒരു ഫലവൃക്ഷം, മനുഷ്യന്റെ നിത്യോപയോഗ വസ്തുക്കളിൽപ്പെട്ടത്, അത് നട്ടുപിടിപ്പിക്കുന്ന പക്ഷം ഇല്ല കാലമാ ഒക്കിലങ്ങിൽ മൂലവും സ്വതക്കാം, അതിൽ നിന്ന് ഭക്ഷിക്കപ്പെടുന്നതിന്റെ പേരിലൊക്കെ അവന്റെ സ്വതന്ത്രയാണ്. സ്വതന്ത്രയുടെ പ്രതിഫലമാണ് അവൻ ഉണ്ടാകുക. അവൾ വീണ്ടും പറഞ്ഞു, നീ ആരെങ്കിലും മോഷണം എടുത്തുകൊണ്ടുപോയി അടിച്ചു മതി കൊണ്ടുപോയി അവൻ കഷ്ടപ്പെട്ട് നനച്ചുണ്ടാക്കിയതിന്റെ കാര്യത്തെ ഭാഗമായിരുന്നപ്പോൾ രാത്രി ആരോ നടത്തിക്കൊണ്ടുപോയി, അതും അവന് സ്വതന്ത്രമാണ്. മോഷ്ടിച്ചതിന് കുറ്റമുണ്ടാകുന്നതല്ലാതെ അത് നട്ടുപിടിപ്പിച്ചത് അപ്പോഴും സ്വതന്ത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ മാത്രമല്ല മറ്റു വല്ല വന്യമൃഗങ്ങൾ വന്നത് തികട്ടുണ്ടെങ്കിൽ അതും നമ്മൾ സ്വതന്ത്രയാണ്. ഒരാൾ കന്നുകാലികൾ വളർത്തുന്നു, ആട്, കോഴി, താറാവ്, പശു, അതിലൂടെ ഉൽപ്പന്നങ്ങളെ പരിപോഷിപ്പിക്കുന്നു, അത് ഇതരർക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടി കൃഷി നടത്തുന്നു. ഈ ദുനിയാവിലെ കച്ചവട ലാഭം ഉദ്ദേശിച്ചാൽ പോലും ഒരു മുസ്ലിം അതിലൂടെ തന്റെ സമൂഹത്തിന് നല്ല വിഭവങ്ങൾ ലഭിക്കണമെന്ന ചിന്ത ഉണ്ടെങ്കിൽ അതിനുപോലും പ്രതിഫലം എന്നാണ് സ്വതന്ത്രം. അവൻ കൃഷി ചെയ്യുന്നത് അവന്റെ ദുന്യവ്യായ കാര്യത്തിന് കച്ചവടമാണ് ഉദ്ദേശിച്ചതെങ്കിലും അതിന് പ്രതിഫലം കിട്ടുമെന്നാണ്. പൂർണ്ണമായി സ്വതന്ത്രയാക്കിയാൽ അതിന്റെ പ്രതിഫലം കയറും. ഈ പ്രതിഫലം പൂർണ്ണ സ്വതന്ത്രയിൽ അത് കച്ചവടം കൈ ഉദ്ദേശിച്ചാലും അവൻ അതിനും അജറുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിമുകൾ ഈ വിഷയങ്ങളിൽ കൃഷിയിലും മറ്റുമൊക്കെ സ്വയം പര്യാപ്തരായാൽ ഇതരരെ, അവിശ്വാസികളെ, അതുപോലെ അധർമ്മകാരികളെ, ഇതിൽ കൃത്രിമത്വം കാണിക്കുന്നവരെ ആശ്രയിക്കാതെ സമൂഹത്തിന് നല്ല വിഭവങ്ങൾ ഉത്പാദിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അതൊക്കെ അത് കച്ചവടമായാലും കൂടിയാണ്, കച്ചവടമായാലും പ്രതിഫലമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്തെല്ലാം മഹത്തായ കർമ്മങ്ങൾ, അതൊന്നും നിസ്സാരവൽക്കരിക്കരുത് എന്നതാണ് ഇതിന്റെയൊക്കെ ഒരു രത്നചുരുക്കം. നമ്മൾ സ്ഥിരം കർമ്മനിരതരാകുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ എല്ലാത്തിലും ഏർപ്പെടുക. ചെറുതൊന്നും വരുന്നത് നമ്മൾ അതിനെ സങ്കല്പിക്കേണ്ടതില്ല, അള്ളാഹു സ്വീകരിക്കുന്നതിലാണ് മുഖ്യം. നമുക്കൊരു ചാൻസ് കിട്ടിയാൽ നിസ്സാരമായാലും ഇങ്ങനെയില്ലാതെ ചെയ്യണം, എല്ലാം ചെയ്യണം. കഴിയുന്ന ചെറിയ നന്മകൾ ചെറുതോ വലുതുമായ എല്ലാത്തിനും നമ്മുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ഔത്സുക്യം നമുക്ക് ഉണ്ടാവുക, സ്ഥിരം ഉത്സാഹം നമുക്ക് എല്ലാം ഉണ്ടാവുക, നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കാം. എല്ലാം വന്നു ചേരുന്ന ഒരു പൈശാചികതയാണ് അലസത, മടി എന്നുള്ളത്. പിശാചി നമ്മൾ നന്മയിൽ നിന്ന് പിന്നോട്ട് വലിക്കുവാൻ വേണ്ടി പല കെണികളും അവതരിപ്പിക്കും. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് നന്മകളെ നിസ്സാരവൽക്കരിക്കുക. അത് ചെറുതല്ലേ, രൂപ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശൈത്താനിയത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിനെ അല്ലാഹു ശുദ്ധീകരിക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ യഥാവിധം കാത്തു സൂക്ഷിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ഇപ്പോഴുള്ള ഒഴുക്കൽ കൊണ്ട് വീണ്ടും ഒന്നുകൂടെ നമ്മളെല്ലാം മാറ്റിയെടുത്ത്, നമുക്കറിയാം എല്ലാവർക്കും ഒരു സീസൺ ഉണ്ട്.
ഓരോ കച്ചവടക്കാർക്കും അതിൻ്റെതായ ലാഭം കൂടുതൽ കിട്ടുന്ന ചില സീസണുകളുണ്ട്. നമ്മുടെ കച്ചവടം, നമ്മൾ അള്ളാഹുമായി ഏർപ്പെട്ട കച്ചവടമാണ് ഈ ജീവിതത്തിൽ നിർവഹിക്കുന്നത്, നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സക്രമങ്ങളും നന്മകളെ കുറിച്ച് പറഞ്ഞിട്ട് കച്ചവടം വാങ്ങുക വിൽക്കുക എന്ന പ്രയോഗം നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇഷ്ടപ്പെടാൻ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ ഞാൻ അറിയിച്ചു തരട്ടെ. അതുപോലെ പിന്നെ സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ സ്വദേഹങ്ങളെ അള്ളാഹു വിലപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഖുർആനിലാണ്. അപ്പൊ നമ്മുടെ മൂലധനം നമ്മുടെ ആയുസ്സാണ്. അത് വെച്ചാണ് നമ്മൾ നമ്മുടെ കച്ചവടം ലാഭകരമാക്കി എടുക്കേണ്ടത്. പരമാവധി നമ്മൾ ഈ ബിസിനസ്സിൽ എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുവോ, ആവേശം ഉത്സാഹം നിലനിർത്തുന്നു, അത്രത്തോളം ലാഭക്കാരായി നമ്മൾ തീരും. റമദാൻ കരുതിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. പ്രത്യേകിച്ച് സക്കാത്തിന്റെ വിഷയം, പലരും റമദാൻ കണക്കാക്കിയതായിരിക്കും സക്കാത്ത് നിർവഹണം ഉണ്ടാവുക. അപ്പൊ അതിന്റെ കണക്ക് നോക്കേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ചിട്ടപ്പെടുത്തുക. എവിടെയൊക്കെയാണ് സക്കാത്ത് കണക്കാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആളുകളോട് ചോദിച്ച് ദൂരീകരിക്കുകയും തന്റെ സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഇസ്ലാമിന്റെ മൂന്നാമത്തെ തൂണായ ഫർദായ ഈ ഒരു ഇബാദത്ത്, പാവപ്പെട്ടവന്റെ അവകാശമായ ഈ ഒരു കാര്യം, അത് നമ്മൾ നിർവഹിക്കുക. സക്കാത്തിന്റെ വിഷയത്തിൽ ഒരു അലസത, ഒരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് സമ്പത്തുമായി ബന്ധപ്പെട്ടത്. ഒരു മനുഷ്യൻ നിഫാഖിൽ നിന്ന് മുക്തമാകുന്നതും സമ്പത്തിന്റെ വിഷയത്തിൽ കൂടിയാണ്. അപ്പൊ സമ്പത്ത് മനുഷ്യന് ഏറ്റവും പ്രിയമുള്ള ഹക്കുള്ളതിന്റെ കൽവിൽ കുറിച്ച വസ്തുവാണ്. അതാണ് ഒന്നാമത്തെ ഖുതുബയിൽ തന്നെ തുടക്കത്തിൽ ഞാൻ ഓതിയ ആയത്തിൽ അൽ മാലു വൽ ബനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സമ്പത്തിനെയാണ് വേണ്ടിയത്. സമ്പത്ത്, സന്താനങ്ങൾ അത് ദുനിയാവിലെ അലങ്കാരമാണ് എന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ ആ സമ്പത്ത് അതിന്റെ സക്കാത്തിന്റെ നിസാബിലെത്തിയാൽ അത് ഒരു ഹൗല് തലയേണ്ട സക്കാത്തിന്റെ ഇനങ്ങളാണെങ്കിൽ, അഥവാ വർഷത്തിലുള്ള എന്ന സക്കാത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണെങ്കിൽ നമ്മുടെ കറൻസികൾ അതിൽപ്പെട്ടതാണ്, സ്വർണം വെള്ളി അതിൽപ്പെട്ടതാണ്, കച്ചവട ചരക്കുകൾ അതിൽപ്പെട്ടതാണ്. നിശ്ചിത ഒരു ഓഹരി, മതം നിശ്ചയിച്ച ഒരു നിശ്ചിത ഓഹരി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും അതിന് ഒരു വർഷം തികയുകയും ചെയ്താൽ അതിന്റെ 2.5% സക്കാത്ത് പാവപ്പെട്ടവന്റേതാണ്, നമ്മുടേതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുദ്, താങ്കൾ സ്വീകരിക്കുക, മിൻ അംവാലിഹിം, അവരുടെ ധനങ്ങളിൽ നിന്ന് താങ്കൾ എടുക്കുക, സ്വീകരിക്കുക, സ്വദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അവരെ ശുദ്ധീകരിക്കുന്ന, അവർക്ക് ആത്മസംശുദ്ധി നൽകുന്ന, തുതഹിറുഹും എന്ന് പറഞ്ഞാൽ അവരെ ശുദ്ധീകരിക്കുന്ന, വതുസക്കീഹിം ബിഹാ, അതിലൂടെ അവരെ സംസ്കരിക്കുന്ന. 2 ശുദ്ധീകരണങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു. 2, അവരുടെ വിശ്വാസവും അവരുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു. കാരണം സക്കാത്ത് കൊടുക്കുന്നവർ ഒന്ന് അവന്റെ മാനിൽ കലർന്ന ഇതരന്റെ അവകാശമായ പാവപ്പെട്ടവന്റെ ഹക്കായ സക്കാത്ത് അത് കൊടുക്കുന്നതിലൂടെ ആ നിഷിദ്ധമകളിൽ നിന്ന് നീങ്ങി. കാരണം സക്കാത്തിന്റെ മുതൽ ഉപയോഗിക്കാൻ അവർ നിഷിദ്ധമാണ്. അത് ഈ പറഞ്ഞ നിബന്ധന കൊടുത്താൽ പിന്നെ അത് അവരുടേതല്ല. ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത് എന്റേതല്ല, അല്ല. അതുപോലെ അവിടെ തെളിഞ്ഞാൽ അത് പാവപ്പെട്ടവൻ്റെതാണ്. അള്ളാഹു നിശ്ചയിച്ച സക്കാത്തിന്റെ അഹുകാരുടേതാണ്, അതെന്റേതല്ല. അത് പിന്നെ ഞാൻ വിനിയോഗിക്കാൻ അത് എന്റെ ഹക്കിൽ വിശുദ്ധമാണ്, ഹറാമാണ്. അത് പാവപ്പെട്ടവർ കൊടുക്കേണ്ടതാണ്. പല്ലിന്റെ ഇത്തരം കിട്ടേണ്ട അവകാശത്തിൽ നമ്മൾ പിടിച്ചു വെക്കുന്നു, അത് പാടില്ല. ആ ഒരു ശുദ്ധീകരണം തന്റെ സമ്പത്തിൽ നടക്കുന്നു. 2, അവന്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. അവർക്ക് ആത്മസംസ്കരണം, ശുദ്ധീകരണം അതിലൂടെ ലഭിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്ത അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയത്തിലൂടെ പഠിപ്പിച്ചു തന്നു. അപ്പൊ സ്വതക്ക എന്നുള്ളത്, സക്കാത്ത് എന്നുള്ളത് അത് ശറഅ് അംഗീകരിച്ച നമ്മോട് നിർബന്ധമായി കൽപ്പിച്ചതാണ്. അതിന് പല വകഭേദങ്ങളുണ്ട്. സക്കാത്ത് നിർബന്ധദാനമാണ്, അതല്ലാത്ത ഐശികമായ സ്വതക്കകളുമുണ്ട്. വിശ്വാസികളെല്ലാം ഏർപ്പെടുന്ന റമദാൻ കൂടുതലായി നമ്മൾ ചെലവഴിക്കേണ്ട, കൂടുതൽ നന്മകൾ ചെയ്യേണ്ട മാസമാണ്. പ്രത്യേകിച്ച് സ്വർണം, വെള്ളി, ഇത്തരം വസ്തുവകകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആഭരണമായിട്ടുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കാം. ഇനി ധരിക്കാൻ വേണ്ടി, അണിയാൻ വേണ്ടി, സ്ത്രീകൾ ഭംഗിക്ക് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി വാങ്ങിയതാണെങ്കിലും നിസാബ് ഉണ്ടെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കലാണ് നല്ലത്. സൂക്ഷ്മതയിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുക. അത് വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ മൂല്യം, അല്ലെങ്കിൽ ആ ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അതിന്റെ മൂല്യത്തിന് സംഖ്യ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇന്ന് വെള്ളിക്ക്
ഖുത്ബ നിർവഹിക്കുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ 108 കാണുന്നത്. ഒരു കിലോ വെള്ളിയുടെ വില. അങ്ങനെ വരുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വില 64,000 കഴിഞ്ഞ് 64,200 രൂപയും അല്ലെങ്കിൽ 206 രൂപയോളം നിലനിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ അങ്ങനെ തുലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. 108 ഗുണനം 595 അടിച്ചാൽ കിട്ടുന്നതാണ് നിസാബ്, നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ഉള്ളത്. അതിന്റെ 2.5%, അത്രയും തുക ഒരു വർഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, പറഞ്ഞ 64,000 രൂപ നമ്മുടെ കയ്യിൽ ഒരു വർഷമായി ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് 2.5% നമ്മൾ കൊടുക്കണം. 2.5% കണ്ടെത്തേണ്ടത് 40 കൊണ്ട് ഭാഗിച്ചാൽ മതിയാണ്. നമ്മുടെ കയ്യിൽ എത്രയാണോ തുകയുള്ളത്, 64 അല്ലെങ്കിൽ അതിന് മുകളിൽ സംഖ്യ ഉണ്ടെങ്കിൽ നമ്മൾ ആ സംഖ്യ കാൽക്കുലേറ്റർ അടിക്കുക. എന്നിട്ട് അതിനെ 40 കൊണ്ട് ഭാഗിക്കുക. ആ ഭാഗിച്ചാൽ കിട്ടുന്ന ആ ഒരു 40ന്റെ ഒരു അംശമാണ് സക്കാത്ത്. അത് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടത് 200 ദീർഘമായിരുന്നു. അതിന്റെ കണക്കാണ് നമ്മൾ ആധുനികമായി വസൂൽ ചെയ്യുമ്പോൾ അതിന്റെ തൂക്കം കാണുമ്പോൾ കിട്ടുന്ന ഉത്തരം. അതാണ് ഇതിന്റെ ഒരു നതീജ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ക് വന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ സംഖ്യയായി തന്നെ അതിന്റെ സക്കാത്ത് നിർവഹിക്കുക. പിന്നെ സ്വർണത്തിനാണെങ്കിൽ 85 ഗ്രാം ആണ് സ്വർണത്തിന്റെ നിസാബ്. അത് ആഭരണമായി പിന്നെ അണിയുന്നതാണെങ്കിലും കൊടുക്കലാണ് നല്ലത്. ഇന്ന് പലരും അണിയാൻ വേണ്ടിയല്ല അധികം വാങ്ങുന്നത്. ആഭരണമായി ജ്വല്ലറികളിൽ എടുക്കുന്നെങ്കിലും അത് ഒരു മുതല് പോലെ, തങ്ങളുടെ സൂക്ഷിച്ച മുതല് പോലെയാണ് പലരും വാങ്ങുന്നത്. അതൊരു ആവശ്യമല്ല, വിൽക്കാൻ, സ്ഥലം വാങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപാടുകൾക്ക് വേണ്ടി സമ്പത്ത് എന്നോണം സ്വർണമായി വിൽക്കുന്നത്, അത് ആഭരണമായിട്ട് വാങ്ങും. അതുകൊണ്ട് അത് സക്കാത്ത് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും മുന്നേറുന്ന, വീഴ്ചകൾ വരുത്താതെ ആവേശത്തോടുകൂടി നിലനിൽക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുവാനാകട്ടെ. റമദാൻ പരിപൂർണമായി ഹയാത്തോടുകൂടി ഇരിക്കുവാൻ, അതിനെ ജീവിപ്പിക്കുവാനുള്ള നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് കഴിയുന്ന ഒരുപാട് പേർ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകുമാറാകട്ടെ. ആഫിയത്തോടുകൂടി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുവാൻ നമുക്കും അവർക്കും എല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നമുക്ക് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.